ബി ബാലഗോപാൽ കാശ്മീരിൽ നിന്നുണ്ട്. ശ്രദ്ധിക്കണം, പാകിസ്ഥാൻ 15 സ്ഥലങ്ങളാണ് ടാർഗറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ശ്രീനഗർ, അവന്തിപുര, ജമ്മു, പത്താൻകോട്ട്, അമൃത്സർ, കപൂർത്തല, ജലന്ധർ, ലുധിയാന, ആദംപൂർ, ഭട്ടിൻഡ, ചണ്ഡീഗഡ്, നൽ, പലോധി, ഉത്തർലായ്, ഭൂജി 15 ഇടങ്ങളിലേക്ക് പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും അയച്ചെങ്കിലും ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അവയെ നിഷ്പ്രഭമാക്കി. അതുകൊണ്ട് പാകിസ്ഥാൻ ഒരു തരത്തിലുള്ള അറ്റാക്കും ഇന്ത്യൻ ടെറിട്ടറിയിൽ നടത്താൻ കഴിഞ്ഞില്ല. പക്ഷെ പാകിസ്ഥാൻ അറ്റംപ്റ്റ് ചെയ്തു. അതിനുള്ള മറുപടിയാണ് ഇന്ത്യ നൽകിയിട്ടുള്ളത്. ബി ബാലഗോപാൽ കശ്മീരിൽ നിന്നുണ്ട്. ബാലു, ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഇന്നലെ വളരെ ശക്തമായ ഷെല്ലിംഗ് അതിർത്തിക്കപ്പുറത്തുനിന്നുണ്ടായിരുന്നു. ഇസ്ലാമാബാദ് മേഖലയിൽ 17 മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിരുന്നു. ഇന്ന് ഈ അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള വെടിവെപ്പിലും ഷെല്ലിങ്ങിലും കുറവുണ്ടോ? എന്താണ് അവിടുത്തെ സ്ഥിതിവിശേഷം? അഭിലാഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പൂഞ്ചിലാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ്റെ ഏറ്റവും ശക്തമായ പ്രകോപനമുണ്ടായ സ്ഥലമാണ് ഈ പൂഞ്ചിലാണ് ഈ വിവിധ ആക്രമണങ്ങൾ ഈ പാകിസ്ഥാൻ നടത്തിയിരിക്കുന്ന ഈ ഷെല്ലിങ്ങിലും മറ്റും ഏതാണ്ട് 15 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നത്. അതാണ് സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കുകളിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ മരണസംഖ്യ കുറച്ചുകൂടി കൂടാൻ സാധ്യതയുണ്ട്. കാരണം നിരവധി പേർക്ക് പരിക്കുകളും ഏറ്റിട്ടുണ്ട്. നമ്മൾ ഇന്ന് അവിടെ പോയപ്പോഴാണ്, അതായത് ഈ പൂഞ്ചിലെ പല മേഖലകളിലും ജനവാസ കേന്ദ്രങ്ങളിലൊക്കെ പോയപ്പോഴാണ് ഈ പാകിസ്ഥാൻ്റെ ഈ ഭീകരമായ ഷെല്ലിങ്ങിൻ്റെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം സാധാരണഗതിയിലൊക്കെ ഇങ്ങനെ ഈ അതിർത്തിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാകുകയാണെങ്കിൽ ഈ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തുള്ള ഗ്രാമങ്ങളെയാണ് സാധാരണ ലക്ഷ്യമിടാറ്. പക്ഷേ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ പൂഞ്ചിൽ ഇന്നലെ ഏതാണ്ട് രാവിലെ 10 മണിക്ക് ശേഷം, അതായത് ഈ 10 മണിക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നതിന് തൊട്ട് പിന്നാലെ മണിക്കൂറുകളോളമാണ് ഈ പൂഞ്ചിൽ ഈ ഷെല്ലിംഗ് നടന്നിരുന്നത്. അത് ഏതാണ്ട് വൈകിട്ട് വരെ ആ ഷെല്ലിംഗ് നടന്നിരുന്നു എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. ഞാൻ പോയ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയുമായിരുന്നു. ഈ ഷെല്ലിങ്ങിലൊക്കെ ഈ കെട്ടിടങ്ങൾക്കൊക്കെ കേടുപാടുണ്ടാകുക, എന്നിട്ട് അവിടെ വന്ന് പതിക്കുന്ന ഷെല്ലുകൾ, അതിൻ്റെ ഈ ചീളുകൾ, അതായത് അതിൻ്റെ ഈ സ്പ്ലിൻറ്റർ, ഈ വാഹനങ്ങൾ, അതുപോലെ തന്നെ കടകൾ തുടങ്ങിയ പല സ്ഥലങ്ങളിലേക്കും അല്ലെങ്കിൽ പല ഇതിലേക്കും തുളച്ചു കയറി അവിടെയൊക്കെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുമായിരുന്നു. പൂഞ്ചിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ വളരെ പരിതാപകരമാണ് അവിടുത്തെ അവസ്ഥ എന്ന് വേണം പറയേണ്ടത്. കാരണം ഈ പൂഞ്ചിൽ ഈ സാധാരണഗതിയിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജനവാസ കേന്ദ്രങ്ങളിലേക്കൊന്നും അങ്ങനെ ഇതുവരെയും ഒരു അക്രമ സംഭവങ്ങളൊന്നും അല്ലെങ്കിൽ ഈ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വെടിവെപ്പൊന്നും ഉണ്ടായിട്ടില്ല. ഒരു അപവാദം ഉണ്ടായിട്ടുള്ളത് 1999 കാർഗിൽ യുദ്ധസമയത്ത് പാകിസ്ഥാൻ അവിടെ വലിയ തോതിൽ ഷെല്ലിംഗ് നടത്തിയിരുന്നു. പക്ഷേ അതിൻ്റെയും എത്രയോ മടങ്ങ് ഭീകരമായ തോതിലുള്ള ഷെല്ലിങ്ങാണ് ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പാകിസ്ഥാൻ ഇന്നലെ നടത്തിയതെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. അവിടെ പ്രശസ്തമായ ഒരു ഗുരുദ്വാരം ഇന്ത്യ വിക്രം മിശ്രി തന്നെ ആരോപിച്ച ഒരു കാര്യം, ടാർഗറ്റഡ് ആയി ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ചു എന്നുള്ളതാണ്. സിഖ് മതവിഭാഗങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ ഗുരുദ്വാര ആക്രമിച്ചു, ആ കമ്മ്യൂണിറ്റിയെ ലക്ഷ്യം വെച്ചു എന്ന് ഇന്ത്യ ആരോപിക്കുന്നുണ്ട്. സാധാരണ ഉള്ള ക്രോസ് ബോർഡർ ഫയറിങ്ങിന് അപ്പുറത്ത് സിവിലിയൻസിനെ ലക്ഷ്യമിട്ട് ടാർഗറ്റഡ് ആയിട്ടുള്ള ആക്രമണമായിരുന്നോ ഇന്നലെ പാകിസ്ഥാൻ പൂഞ്ച് രജൌരി മേഖലകളിൽ നടത്തിയത്? അഭിലാഷ്, അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം നമുക്ക് ഈ ഗുരുദ്വാര എന്ന് പറയുമ്പോൾ ഈ ഗുരുദ്വാരയ്ക്ക് സമീപത്ത് ഒരു മസ്ജിദ്, ഒരു അമ്പലം ഒക്കെ ഉണ്ട്. നമ്മളവിടെ പോകുമ്പോഴാണ് അത് കൃത്യമായി മനസ്സിലാകുന്നത്. അത് വലിയൊരു ജനവാസ കേന്ദ്രമാണ്. പക്ഷേ ഈ പറയുന്ന ഗുരുദ്വാര, അതായത് 1947 മുമ്പ് രൂപീകൃതമായ ഈ ഗുരുദ്വാരയുടെ ഭാഗത്തേക്ക് അവിടേക്ക് 3 ഷെല്ലുകളാണ് പതിച്ചിരുന്നത്. അതിൽ ഒരെണ്ണം മാത്രമാണ് ഈ ഗുരുദ്വാരയിൽ പതിഞ്ഞത്. അതിൻ്റെ 2 എണ്ണം അതിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള, അതായത് വീടുകളിലും മറ്റുമാണ് പതിഞ്ഞത്. കൃത്യമായ ഒരു ലക്ഷ്യം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഈ ഗുരുദ്വാര അവരുടെ ഒരു ഹിറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഷെല്ലിംഗ് ഈ ഗുരുദ്വാരയിലേക്ക് നടത്തിയതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ എനിക്ക് ഏറ്റവും വിഷമം തോന്നി, അല്ലെങ്കിൽ നമുക്ക് പറയാൻ തന്നെ വിഷമം ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ അവിടെ കണ്ടത്, അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്കൂളിലേക്ക്, ക്രൈസ്റ്റ് സ്കൂൾ എന്നാണ് പറയുന്നത്, പൂഞ്ചിലെ പ്രശസ്തമായ ക്രൈസ്റ്റ് സ്കൂളിലേക്ക്, ആ സ്കൂളിനെ ലക്ഷ്യം വെച്ച് വരെ ഈ ഷെല്ലിംഗ് നടത്തിയിരുന്നു എന്നതാണ്. പക്ഷേ ഭാഗ്യവശാൽ കുട്ടികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആ ഷെല്ലിംഗ് അതിൻ്റെ തൊട്ട് താഴെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൻ്റെ സമീപത്താണ് വന്നിരുന്നത്. അവിടെയൊക്കെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ട്. ഈ അതിർത്തി മേഖലകളിലേക്ക് ഇപ്പോൾ പോലീസ്, അതായത് സുരക്ഷാ സൈന്യം നമ്മളെ കടത്തി വിടുന്നില്ല. അവർ പറഞ്ഞത് ഈ നിലവിൽ അവിടെ ഒരു വളരെ വോളറ്റൈലായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. കാരണം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം എന്നും ഈ ഫയറിംഗ് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഈ പൂഞ്ച് രജോരി സെക്ടർ. അതുകൊണ്ട് തന്നെ ആ മേഖലകളിലേക്ക് നമുക്ക് കടന്നു പോകാൻ വേണ്ടി ഇന്ന് കഴിഞ്ഞില്ല. പക്ഷേ ഈ
ജനവാസ കേന്ദ്രങ്ങളിലൊക്കെ പാകിസ്ഥാൻ്റെ ഷെല്ലിംഗ് കൃത്യമായി നടന്നിട്ടുണ്ട്. അതിലൂടെ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞു. ഈ പൂഞ്ചിനെ കുറിച്ച് പറഞ്ഞാൽ ഈ പൂഞ്ചിൽ നിന്ന് ഇപ്പോൾ ആൾക്കാരൊക്കെ ഏതാണ്ട് പലായനത്തിൻ്റെ വക്കിലാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവരൊക്കെ ഇനിയും തുടർ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന ഒരു ആശങ്ക അവരെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് സംസാരിച്ച ഈ സിഖ് കുടുംബത്തിലേക്ക് പലരും എന്നോട് പറഞ്ഞത് അവരുടെയൊക്കെ ബന്ധുക്കൾ പത്താൻകോട്ടിലോ അല്ലെങ്കിൽ ജമ്മുവിലേക്കോ ഉള്ള ബന്ധുക്കളുടെ അടുത്തേക്ക് അവർ പോവുകയാണ്. ഈ സംഘർഷത്തിന് ഒരു അയവ് വന്നതിന് ശേഷമേ അവർക്ക് തിരിച്ചു വരാൻ വേണ്ടി കഴിയുള്ളൂ എന്നതാണ്. ഈ അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ ബങ്കറുകളുണ്ട്, പക്ഷേ സിറ്റിയിലേക്ക് വരുമ്പോൾ സർക്കാർ അങ്ങനെ ബങ്കറൊന്നും നിർമ്മിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഷെല്ലിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇവർക്ക് ബങ്കറിൻ്റെ സൗകര്യമൊന്നുമില്ല. കാരണം ഏതെങ്കിലും ഒരു കെട്ടിടത്തിൻ്റെ ബേസ്മെൻറ്റിൽ എങ്ങാനും പോയി ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് അവരെ സംബന്ധിച്ച് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം. പാകിസ്ഥാൻ തുടർന്നും ആക്രമണം നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായും വലിയ നാശനഷ്ടങ്ങൾ ആ പ്രദേശത്ത് സിവിലിയൻ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ ഇപ്പോൾ കൂട്ടത്തോടു കൂടി ഈ പൂഞ്ച് രജോരി മേഖലകളിൽ നിന്ന് ഇപ്പോൾ പലായനം ചെയ്തു പോകുന്നത്.